ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ അടുത്താണ്, അതായത് മുളക്കുളം. അപ്പോൾ ഇവിടത്തെ എൻ്റെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഏബില് രാവിലെ തന്നെ ഫോൺ നോക്കുകയാണ്. എന്തോ അങ്കിളും അമ്മ ഇവിടെ പാചകമാണ്. അമ്മ ഇവിടെ തേങ്ങ ചിരകാണ്. അമ്മ ഹലോ പറയൂ. ഞാൻ നോക്കാം അമ്മച്ചി. പല്ല് വെച്ചില്ലേ? അത് സാരമില്ല അമ്മ. അമ്മ ഹലോ എന്ന് പറ, ചിരിച്ചു പറ. ഹലോ എന്ന് പറ. ഹലോ. അങ്കിള് ഇവിടെ പാചകമാണ്. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ഉണ്ടായി. ഞാന് മീനച്ചാറില് വെള്ളം ചോദിച്ചപ്പോ ഒരാള് പറയാ പള്ളിപ്പടിയിൽ കടയിലുണ്ട് മീനച്ചാറെന്ന്. അതൊരു നല്ല സാധനമാണ്. കുഞ്ഞമ്മ കുഞ്ഞമ്മ കറിവേപ്പില പറിച്ചിട്ട് വന്ന് നിൽക്കാം. ചാച്ചന് ഇവിടെ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കാണ്. ഇവിടെ പാചകമൊക്കെ കഴിഞ്ഞ് ടി വി കാണാൻ വേണ്ടി വന്നിരിക്കാം. മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. മഴ ഇപ്പൊക്കെ നല്ല കുറവുണ്ട്. അമ്മ പല്ല് തേക്കാൻ വന്നു. രാവിലെ കുഞ്ഞമ്മ ഇവിടെ നിന്ന് നിത്യവഴുതരക്കതേ കുഞ്ഞമ്മ ഓടി എന്നെ കണ്ടപ്പോ തരും. കുഞ്ഞമ്മ ക്യാമറ കണ്ടപ്പോ ഓടി. കുഞ്ഞമ്മ രാവിലെ പോയിട്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ കൃഷിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിത്യവഴുതനങ്ങ പറിച്ചു. നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയാണ്, കപ്പയും കട്ടൻ ചായയും. ഗൈസ് ഞാനിപ്പോൾ കപ്പയും ചായയും കുടിക്കാൻ പോവാണ്. കണ്ടു, നല്ല ആവി പറക്കുന്ന ചായയും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പയാണുള്ളത്. ഞാൻ ആദ്യം കഴിച്ചിരുന്നില്ലേ കപ്പ. എന്താ ചോദിച്ചേ? കപ്പയാണ്. കപ്പയുടെ കൂടി ചമ്മന്തിപ്പൊടി ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി. അങ്കിളുടെ സ്പെഷ്യലാണ്. ഓക്കെ ഗൈസ്, ഞാൻ നമ്മുടെ ചാച്ചൻ കഴിക്കാണ്. നമ്മളപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഞാൻ എന്താ വാ ഗൈസ്, നമ്മളപ്പോൾ എന്തോ ചെയ്യണം, നമുക്ക് ആദ്യം വരയൊക്കെ വരയ്ക്കണം. വരയൊക്കെ ഇട്ട് ബോർഡറൊക്കെ സെറ്റാക്കിയിട്ട് വേണം എഴുതാൻ. ഭാവിയുടെ സ്കെച്ചും സംഭവങ്ങളൊക്കെ പൊക്കി. എൻ്റെ കയ്യിൽ സ്കെച്ചൊന്നുമില്ല. ഞാൻ ഇത്രയും അവധി കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ ഭാവിയുടെ പിന്നെ താങ്ക് യു. കമോൺ അത് മതി ആണോ ഗൈസ്? അക്കുത് അമ്മക്ക് എന്ത് കൊണ്ട് തന്നു? കാർഡ്ബോർഡ് കൊണ്ട് തന്നു. ഓക്കെ, നന്ദിയുണ്ടേ. സ്കെയിലുണ്ടോ? സ്കെയിലില്ല. സ്കൂളിൽ പോകണവരാണ്. നല്ല സിനിമയാണ്. ഞാനിപ്പോൾ ChatGPT നോക്കിയാണ് ചെയ്തത്. അല്ലാതെ എനിക്ക് സംഭവം അറിയാം എന്തുവാന്ന്, പക്ഷെ അതെങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ChatGPTയോട് ചോദിച്ചാണ് ചെയ്തത്. അപ്പോൾ കുറേയൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ എഴുതാനുണ്ട്. അതായത് ഫ്രണ്ടിലെ പേജും ബാക്കിലത്തെ പേജൊക്കെ. പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അക്കു വരച്ചത് ഇങ്ങനെയുണ്ട് കൊച്ചിൻ്റെ കഴിവ്. അപ്പോൾ ഈ പണി എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി കുറച്ച് നേരം ഫോൺ നോക്കി കിടക്കണം. ഓക്കെ ബൈ. നമുക്ക് ചോറുണ്ണേണ്ട സമയമായി. ഇപ്പം നമുക്ക് ചോറുണ്ണാൻ പോകും. ഒന്നാമത് ചോറ് റെഡിയായോ എന്ന് ചോദിക്കണം. ഈ പൂച്ചനെ കണ്ടോ? ഈ പൂച്ച സോക്സ് ഇട്ടേക്കുക. എഴുന്നേറ്റ പൂച്ച. അത് പോയി പൂച്ച. അത് കണ്ടോ സോക്സ് ഇട്ട പൂച്ച. ഇവൻ ക്യാബേജ് ഉണ്ടാക്കുക. പാത്രം
ഇത്രയൊന്നും പോരാ. ടേസ്റ്റാന്നറിയോ? ഞാൻ ഇടാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചോറിനാൻ പോകണം. ഗൈസ്, നമ്മുടെ അങ്കിള് പുതിയ വണ്ടി മേടിച്ചു. ഗൈസ്, നമുക്ക് കുനാഫ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്കിള് മേടിച്ചുകൊണ്ട് വന്നാണ്. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം ഒന്ന് പൊട്ടിച്ച് വെച്ചായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണവർ പിന്നെയാണ് ഓർത്തത്. ഒന്നോടെ തള്ളി കയറ്റി. അപ്പം നമുക്കൊന്ന് കഴിച്ച് ജസ്റ്റ് ഒന്ന് അലുത്തുപോയി. പക്ഷെ ഇതിൻ്റെ മണ്ടയ്ക്ക് ലവിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ച് നോക്കാം നമുക്ക്. നല്ലതാണ്. അപ്പോൾ ഏത് നല്ലത് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ലതാണ്, എനിക്കിഷ്ടമായി. ഒരു ക്യാമറ ഒന്ന് മാറ്റിയിട്ടുണ്ട്, എനിക്ക് വലിച്ചു വരി കഴിക്കും. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനാണ് വന്നത്. ഇന്നലെ എല്ലാവർക്കും മറ്റേ ഒരു മെസ്സേജ് ഇല്ലേ, ആ മെസ്സേജ് വന്നായിരുന്നു. ഒരു എന്താ സൈറനൊക്കെ ഉള്ള ഞങ്ങൾക്കൊക്കെ വന്നായിരുന്നു. ഞങ്ങളിവിടെ എല്ലാവരും ഞെട്ടി എഴുന്നേറ്റും. എന്തായാലും ആ സംഭവമൊക്കെ കൊള്ളും. എന്തായാലും ഇപ്പോൾ ഒരു മഴയൊക്കെ അല്ലേ, ഞാൻ ന്യൂസൊക്കെ വെച്ചപ്പോൾ ഞാൻ കണ്ടു 2018 വെള്ളം കയറാത്ത സ്ഥലത്ത് വരെ വെള്ളം കയറുന്നു. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞൊരു നല്ല ദിവസമൊക്കെ ഉണ്ടാവട്ടെ.